ഇനി അറ്റ്ലീസ്റ്റ് 40കളിൽ അല്ലെങ്കിൽ 40കളുടെ അവസാനത്തിൽ എല്ലാവരും ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതുവരെ കൂട് നിറച്ച ആൾക്കാരുണ്ടായിട്ട് കൂടുന്ന എല്ലാവരും ഇങ്ങനെ പോയി നമുക്ക് പാരൻറ്റ് ചെയ്യാൻ ഒരാളില്ല. നമ്മൾ ഇവിടെ നിന്ന് അവിടെ എവിടെയോ ഉള്ള കുട്ടികളെ പറ്റി വറീഡായിക്കൊണ്ടിരിക്കും. ആൻഡ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഉത്സവപ്പറമ്പ് ഒക്കെ പിറ്റേ ദിവസമുള്ള പോലത്തെ ഒരു ഏകാന്തത ഫീൽ ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക? പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് ഇത് നല്ല ആളോടാണ് ചോദിച്ചത്. ഞാൻ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ട് മെഡിസിനൊക്കെ എടുത്തുകൊണ്ടുള്ള ഒരു മനുഷ്യനാണ് ഞാനിപ്പോൾ. എന്താന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, മക്കള് രണ്ടുപേരും തമ്മിൽ 7 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരാൾ പോകുമ്പോൾ ഒരാളുണ്ടാവുമെന്ന് നമുക്കിങ്ങനെ തോന്നുന്നതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് പ്രതീക്ഷിച്ചില്ല. മകളുടെ കല്യാണം മകൻ്റെ കോളേജ് അഡ്മിഷനും ഒരേ സമയത്തായി. രണ്ടുപേരും ഒന്നിച്ച് വീട്ടിൽ നിന്ന് പോയി. എനിക്കിനി എന്തെന്നുള്ള ഒരു എൻ്റെ ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലായി. എനിക്ക് ലൈഫിലൊന്നും ചെയ്യാനില്ല. വീട്ടിലെനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമില്ല. പിന്നെ വീട് എന്തിനാന്ന് പോലും തോന്നി. ഇങ്ങനെ ഒരു വീട് ഞാൻ എന്തിനാണ് എപ്പോഴേലും വരുന്ന ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാനിത് എന്തിനാ ഇത്രയും വലിയ വീട് വെച്ച് എന്തൊക്കെയോ ചിന്തകളാണ് ഈ പോവുക. എംപ്റ്റി നെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു, പക്ഷേ എനിക്കത് മനസ്സിലായില്ല. ഞാൻ എന്തിനാണ് ഇത്രയും പെയിന് അനുഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊരു ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് എന്നോടിങ്ങനെ ഉമ്മ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കുട്ടികൾ ചോദിക്കുമ്പോഴും ഞാൻ ഒന്നുമില്ല എന്നുള്ള പോലെയാണ് ഞാൻ പെരുമാറുന്നുള്ളത്. ഞാൻ അവിടെയും വിചാരിക്കുന്നത് ഇവരോട് ദിവസവും വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിതൊരു ബുദ്ധിമുട്ടായി പോകുമെന്നാണ്. പക്ഷെ പറയണം, ദർ ഷുഡ് ബി എ സ്ട്രക്ചർ. ഗെറ്റ് ഇറ്റ്. പറയണം, അവരോട് കൃത്യമായിട്ട് പറയണം. എത്ര തിരക്കുണ്ടെങ്കിലും ഇത്ര ദിവസങ്ങളിൽ ഒരു ദിവസം ഇത്ര മിനിറ്റ് എടുത്തിട്ട് നമ്മൾ സംസാരിക്കണം, ഫാമിലി കോൾസ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയണം. ഇത് എന്തുകൊണ്ടാണ് എൻ്റെ കേസിൽ ഇത്രയും മോശമായി പോയതെന്ന് വെച്ചാൽ ഞാനൊരു സിംഗിൾ മദർ ആയതുകൊണ്ടാണ്. അതേ സമയത്ത് വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉള്ള വീടാണെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തമ്മിൽ പ്രശ്നവും. കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് ഇമോഷണലി നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. കുട്ടികൾ പോയി കഴിയുമ്പോൾ ഈ ഡിസ്റ്റൻ്റ് ആയ 2 മനുഷ്യർ 2 റൂമിലായിരിക്കും ചിലപ്പോൾ കിടന്നുറങ്ങുന്നുണ്ടാവുക. പിന്നെ ആരാണ് മറ്റേയാളെ മനസ്സിലാക്കുക, മറ്റേയാളെ സപ്പോർട്ട് ചെയ്യുക? അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ബന്ധമാണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ റിപ്പയർ ചെയ്യുക. പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാളുടെ പാടിന് പോവുക. കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരും നമുക്ക്. ആ സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. അത് മുമ്പേ പ്ലാൻ ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സുഹൃത്തുക്കളുണ്ടെങ്കിൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആരും വേണ്ട, എനിക്ക് എൻ്റെ മക്കൾ മാത്രം മതി, എൻ്റെ കെട്ടിയവനും തട്ടാനും മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് പോവുകയാണെങ്കിൽ അവരും ഉണ്ടാവില്ല. നമ്മൾ ആരെയും മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെയും പിന്നെ ആരും മൈൻഡ് ചെയ്യില്ല. എല്ലാവരും നമ്മളെയും മറന്നു പോകുമല്ലോ. പിന്നെ ചില മനുഷ്യർ, നല്ല ജോലിയുള്ള മനുഷ്യരൊക്കെ അവരുടെ ജോലിയുടെ ആ ഒരു അഹങ്കാരത്തിൽ വലിയതായിട്ടിരിക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് കോൾസൊക്കെ വരും. അപ്പോൾ നമ്മൾ ആരോ ആണെന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ ജോലി 60 വയസ്സായി കഴിയുമ്പോൾ 55 വയസ്സാകുമ്പോൾ ജോലി പോവും. പിന്നെ നമുക്ക് കോള് വരില്ല. അതുവരെ നമ്മൾ ഓഫീസറായിട്ടൊരു ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് പിന്നെ സെറാമിക് കപ്പിൽ ചായ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ആ ഓഫീസിൽ നമുക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചായയും കിട്ടൂല. ഇനി കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ പേപ്പർ കപ്പിലേ കിട്ടുള്ളൂ. അതൊക്കെ നമ്മളുടെ പൊസിഷൻ്റെ ആ ഒരു എന്താണ് അതിനോട് പേർക്സ് ആയിരുന്നു. അതിൻ്റെ പ്രിവിലേജും അതിൻ്റെ പേർക്സും ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അത് എപ്പോഴും നമുക്ക് ഉണ്ടാവുക നമ്മുടെ പങ്കാളിയാണ്. ആ പങ്കാളിയുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക, റിപ്പയർ ചെയ്യുക. റിപ്പയർ ചെയ്യുക എന്നുള്ളത് എന്തും പിന്നെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ റിപ്പയർ ചെയ്യുക, റീയൂസ് ചെയ്യുക, അതുപോലെ റിപ്പയർ ചെയ്യുക.
പെട്ടെന്ന് ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടാൾ രണ്ട് വശത്ത് പോവരുത്. അതിൻ്റെ ഇടയിൽ കുട്ടികളുണ്ട് എങ്കിൽ ഡാമേജസ് എത്ര വലുതാണെങ്കിലും അത് ശരിയാക്കാൻ പറ്റുന്ന ഡാമേജ് ആണെങ്കിൽ റിപ്പയറിന് ശ്രമിക്കുക. നല്ലൊരു കപ്പിൾ കൗൺസിലറിനെ കാണുക. നിങ്ങളത് ഇത് ചെയ്യാൻ കാരണം നാളെ കുട്ടികൾ അവരുടെ പാടിന് പോകും. ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് ബഹളം വെച്ച് ഇഷ്ടമില്ലാത്ത തരത്തിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ചെയ്യരുത് ഒരിക്കലും. പറ്റുന്നത്രയും സ്നേഹത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പം മാം പറഞ്ഞ പോലെ അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? എംപ്റ്റിനെസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഈ ഒരു ഇമോഷണൽ ഫിസിക്കലിലൊക്കെ നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന സംഭവങ്ങളൊക്കെ എത്ര വർഷം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുക ഒരു 10 വർഷത്തോളം ഉണ്ടാവും എന്നൊക്കെയാണ്. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ട്രാൻസിഷനാണ്. ലൈഫിൻ്റെ ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു ട്രാൻസിഷൻ പീരീഡിലൂടെയാണ് നമ്മൾ പോകുന്നുള്ളത്. നമ്മൾ ഒരിക്കലും തോറ്റുപോവില്ല. നമ്മൾ ഗ്രോത്തിലൂടെയാണ് പോണേ. ഇപ്പോൾ പ്രായം കൂടുമ്പോൾ നമ്മൾ അതിനോടൊപ്പം നമുക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നല്ല ചേഞ്ചസ് ഉണ്ടാകുന്നില്ല, ഗ്രോത്താണ് ഉണ്ടാകുന്നില്ല. ഇമോഷണലി നമ്മൾ ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നില്ല. ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ നല്ല പുസ്തകങ്ങളും നല്ല കൂട്ടുകാരും നല്ല കോൺവെർസേഷനൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്പിരിച്വലി ആൻഡ് ഇൻ്റലക്ച്വലി ഓൾസോ യു ആർ ഗ്രോയിങ്. അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു കാലം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഏജിങ്. അപ്പോൾ ഏജ് ഗ്രേസ്ഫുള്ളി. ഒരിക്കലും എന്ത് പ്രശ്നം വരുന്നു എന്നതുകൊണ്ട് നമ്മൾ പുറകിലേക്കായി പോകുന്നില്ല. വി ആർ ഗ്രോയിങ് ആൻഡ് വി ആർ ബീയിങ് വെരി ഗ്രേസ്ഫുൾ. പിന്നെ വിസ്ഡമുള്ള ലേഡീസായിട്ടാണ് നമ്മൾ വളർന്നു പോവുക. അപ്പം എന്ത് വന്നാലും അവനവൻ്റെ ഗ്രോത്ത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പഠിക്കുക, വായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വായിക്കുക, യാത്രകൾ പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യാത്രയൊക്കെ ചെയ്യുക. നാളെ നമ്മുടെ മക്കൾ ചോദിക്കും അമ്മയോട് നമ്മൾ പറഞ്ഞോ പോകണ്ടെന്ന്, അമ്മയോട് നമ്മൾ പറഞ്ഞോ പഠിക്കണ്ടെന്ന്. നമ്മൾ അവരോട് പറയും നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല. അവരെ ബ്ലെയിം ചെയ്യുന്ന പോലെയാണത്. അപ്പം നാളെ നമ്മുടെ കുട്ടികൾ നമ്മളോട് അങ്ങനെ ചോദിക്കാതിരിക്കാനുള്ള വകുപ്പാണ് ഉണ്ടാക്കി വെക്കേണ്ടത്, ചോദിക്കാനുള്ള വകുപ്പ് അല്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളെ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഹോബീസ് നിങ്ങളെ ലൈവാക്കിയിട്ട് വെക്കുന്ന ഹോബീസൊക്കെ നിങ്ങൾ ചെയ്യണം. പാട്ട് പാടണോ, ഡാൻസ് ചെയ്യണോ, എഴുതണോ, വായിക്കണോ, എവിടെയെങ്കിലും പോകണോ, സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കണോ, ബൈക്ക് ഓടിക്കാൻ പഠിക്കണോ, ജീപ്പ് ഓടിക്കാൻ പഠിക്കണോ, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ ചെയ്യാം. എൻ്റെ കേസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. ഞാനത് ചെയ്യാം. കജോളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എപ്പം നോക്കിയാലും പുള്ളിക്കാറ്റി ഒന്നുകിലോ നിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ക്രോഷ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നമ്മളെ സെയിനായിട്ട് വെക്കാനുള്ള വഴികളാണ്. അപ്പം നമുക്ക് എന്തൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ മുമ്പിലോട്ടേക്ക് പോവുക. നമ്മളുടെ സ്റ്റൈലിംഗ് ആണെങ്കിലും നമ്മളുടെ ഡ്രസ്സാണെങ്കിലും നമ്മുടെ ഹെയർ ആണെങ്കിലും നമ്മുടെ സ്കിന്നാണെങ്കിലും എല്ലാത്തിനെയും പ്രയോറിറ്റൈസ് ചെയ്യുക. ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യുക. നല്ലോണം മസിൽ സ്ട്രെങ്തൻ ചെയ്യുക. കാരണം പ്രായമാകുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പ്രോട്ടീൻ എടുക്കുക, പിന്നെ വാക്ക് ചെയ്യുക, റെസ്റ്റ്, നല്ലോണം ഉറങ്ങുക, നന്നായിട്ട് ജീവിക്കുക. പിന്നെ അവസാനം നമുക്ക് ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ തോന്നാനുള്ളൊരു വിഷമം നമുക്ക് ഉണ്ടാവരുത്. അതിനുള്ള വകുപ്പ് ഉണ്ടാക്കി വെക്കണം. ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ ഇത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ always choose yourself very honestly. That's it. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കൊരു എന്താ പറയുക, എനിക്കൊരു പോഡ്കാസ്റ്റ് ആണെന്നോ ആൾക്കാരിത് കാണുന്നുണ്ടെന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോയി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അതുപോലെ തന്നെയാണ് കാണുന്ന പ്രേക്ഷകർക്കും തോന്നിയിട്ടുണ്ടാവാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാമിന് ഒരുപാട് പേരുടെ ലൈഫ് ടച്ച് ചെയ്യാൻ പറ്റട്ടെ. Thank you so much. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.
താങ്ക് യു സോ മച്ച്. കാണുന്ന പുരുഷന്മാർ, കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഹസ്ബൻഡ്സ് ആണെങ്കിലും അപ്പൂപ്പന്മാരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള സ്ത്രീകൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കി അവരോട് കുറച്ച് എമ്പത്തിയോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് വളരെയധികം നന്ദിയുള്ളവരായിരിക്കും. ആൻഡ് വി ഡിസേർവ് ഇറ്റ്. താങ്ക് യു താങ്ക് യു സോ മച്ച്.